പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ചെറിയൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ചെറിയൊരു വെറൈറ്റി ഉള്ളൊരു കേക്കാണ്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഇനി എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള കേക്കിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കേക്കിൻ്റെ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ ചിത്രരചനയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അത്യാവശ്യം സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വേർപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു മിൽക്കി നട്ട് കേക്കാണ് ചെയ്യുന്നത്. മിൽക്കി നട്ട് കേക്കിൻ്റെ മേലെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് വിശദമായിട്ട് കാണാം. അപ്പോൾ മിൽക്കി നട്ടിൻ്റെ കേക്കിൻ്റെ ഫുൾ റെസിപ്പിയൊക്കെ നമ്മൾ ചാനലിൽ മുമ്പേ അപ്ലോഡ് ചെയ്തതാണ്. സാധാരണ വാനില സ്പോഞ്ചാണ്. അതിൻ്റെ സിറപ്പ് വ്യത്യസ്തമായ ഒരു സിറപ്പാണ്. കണ്ടൻസ്ഡ് മിൽക്കും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കുറുക്കിയെടുത്ത ഒരു മിക്സാണ്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മേലെ നമ്മൾ ക്രീമൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നട്ട്സ് ഇടുന്നുണ്ട് അതിൻ്റെ മുകളിൽ. ഒരു നല്ല റിച്ചായിട്ടുള്ളൊരു കേക്കാണിത്. അതിൻ്റെ മേലെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും റിച്ചായിട്ടുള്ള ഫീലിങ്സ് ഉള്ളൊരു നല്ല അടിപൊളി കേക്കാണ്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സിറപ്പിനെ കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുത്ത് ക്രീമൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളിയാക്കി കുട്ടപ്പനാക്കിയിട്ട് നമുക്കതിനെ വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് മേലെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെറിയൊരു വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. കേക്ക് ബേക്കേഴ്സാണ് എൻ്റെ ചാനലിൽ കൂടുതലും ആൾക്കാർ. കേക്ക് ലവേഴ്സാണ്. കേക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തതയുണ്ടെങ്കിൽ മാത്രമേ ഇനി കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യൂ. അപ്പോൾ നമ്മളത് ഐസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കണം കേക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഇതിൻ്റെ കേക്കിനെ കംപ്ലീറ്റ് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ മിൽക്കി നട്ട് കേക്കിൻ്റെ ഒരു എന്താ പറയുക, ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് അത് നമ്മളൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ ഒരുപാടൊന്നും ഒഴുകിപ്പോകുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളും. നമുക്ക് ഇതിനെ നമുക്കൊന്ന് സൈഡിലേക്കൊക്കെ ആവുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഐസിങ് നൈഫ് എടുത്ത് വെച്ചിട്ട് വളരെ സോഫ്റ്റായിട്ട് അവിടെ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് കേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈഡിലേക്കൊക്കെ മുഴുവനായിട്ട് കിട്ടും. എല്ലാ സൈഡിലേക്കും എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് കിട്ടും. ബാക്കി വരുന്നതൊക്കെ നമുക്കൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി, എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അവിടെ വെച്ചു. അപ്പോൾ അടുത്തത് ഞാനിത് ഇതേപോലെ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. എന്താണ് ഊഗി ആൻഡ് കോക്രോച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂണാണ്. കാർട്ടൂണിലെ കഥാപാത്രങ്ങളെ വേണമെന്നാണ് പറഞ്ഞത്. അത് ഈ ഒരു രീതിയിൽ ഞാൻ മുമ്പേ ചെയ്തത് കണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെയാണ് വേണമെന്ന് പറഞ്ഞത്. സാധാരണ നമ്മളെ ഫോട്ടോ പ്രിൻ്റ് തന്നെയാണ്, അല്ലാതെ നമ്മൾ കേക്കിൻ്റെ എഡിബിൾ അല്ല, എടുത്ത് മാറ്റി വെക്കേണ്ട രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റിക്കിൻ്റെ മേലെ ഓരോരോ സംഭവങ്ങൾ ചേർത്ത് കുത്തിയിട്ട് അതിൻ്റെ മേലെ കേക്കിൻ്റെ മേലെ നമ്മൾ കുത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഫോട്ടോ പ്രിൻ്റ് അടിച്ചിട്ട് അത് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെയും കട്ട് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ കേക്കിന് ചേർത്ത് വെക്കേണ്ട, കുറച്ച് ഹൈറ്റിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ കുത്തി വെച്ചത്. അല്ലെങ്കിൽ കേക്കിൻ്റെ മേലെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ വെക്കാമായിരുന്നു. അപ്പോൾ പേരൊക്കെ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ഹാപ്പി ബർത്ത്ഡേ ചെയ്ത് അതിൻ്റെ കൂടെ ഇവിടെ ഒരു സൈഡിലൊരു സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സൈഡിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നട്ട്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ വളരെ കുറച്ച് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തത്. അപ്പോൾ ഈ കേക്ക് ചെയ്താൽ മാത്രം പോരല്ലോ, അപ്പോൾ ഇത്രയും നമുക്ക് ഹൈറ്റുള്ളൊരു ബോക്സ് കൂടി വേണമല്ലോ. അപ്പോൾ നമുക്കതിൻ്റെ ബോക്സ് കൂടി നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് കൂടി നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മുടെ സാധാരണ 1 kgയുടെ 2 ബോക്സ് എടുക്കണം. അതിൻ്റെ മുകളിലത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കലല്ല, അത് തന്നെയാണ് നമുക്കിതിന് ആവശ്യം വരുന്നൊരു പാർട്ടാണ്.
അപ്പോൾ ബാക്കിയുള്ളത് അവിടെ ക്ലോസ് ചെയ്ത് വെക്കുക. സാധാരണ ബോക്സ് പാക്കിങ് ചെയ്യുന്നത് പോലെ ചെയ്യുക. അതിൻ്റെ മുകൾ ഭാഗം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മുമ്പേ 1-2 തവണ കാണിച്ചിട്ടുണ്ട് ഇത്. എന്നാലും പലർക്കും അറിയായിരിക്കും. എന്നാലും ഒരിക്കൽ കൂടി കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ബോക്സും അതേപോലെ എടുത്ത് 2ൻ്റെയും മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. നേരെ സെൻറ്ററിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ഈ കാണുന്നത് പോലെ കോർണറിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ഒരു തൂണ് പോലെ, 4 ഭാഗത്തെ ഒരു തൂണ് പോലെ. അപ്പോൾ 4ഉം ചെയ്യുന്നതിന് മുമ്പേ 2 ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് അതിലേക്ക് ബോക്സിലേക്ക് എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ മുകൾ ഭാഗത്തു നിന്ന് എടുത്തിട്ട് വെക്കുമ്പോൾ ചിലപ്പം തട്ടുകയോ മുട്ടുകയൊക്കെ ചെയ്ത് കേക്കൊക്കെ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കോർണർ കണക്കാക്കിയിട്ട് നമുക്ക് എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ചിട്ട് പൊക്കി വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അടിയിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റ് വരുന്നത് കൊണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ കുറച്ച് പൊക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 കോർണറിലും അതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഒരു 2 സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി റെഡിയായി. അത്രേ പണിയുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്യാം. അതിനായിട്ട് നമ്മൾ വലിയൊരു ഹൈറ്റുള്ള കേക്കിൻ്റെ ബോക്സ് സെപ്പറേറ്റ് വാങ്ങണം എന്നൊന്നുമില്ല. അതിന് നല്ല പൈസയും വരുന്നുണ്ട് എക്സ്ട്രാ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ മറ്റേ ബോക്സ് എടുത്തിട്ട് അതിന് നേരെ മുകളിലായിട്ട് ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി റെഡിയായി. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഒന്ന് നമ്മളൊരു ക്ലിംഗ് റാപ്പിലുണ്ടല്ലോ, നമ്മൾ അത്യാവശ്യം കേക്കിൻ്റെ ആവശ്യങ്ങൾക്ക് പലതിനും ഉപയോഗിക്കുന്നൊരു സാധനം. അപ്പോൾ അതെടുത്തിട്ടൊന്ന് മൊത്തത്തിലൊന്ന് കവറിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് അത്യാവശ്യം കേക്ക് നമുക്ക് പുറമേ നിന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വന്ന ഇന്നത്തെ ഒരു കേക്ക് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ തൽക്കാലം ടാറ്റാ ബൈ.